പഴയ കാര്യങ്ങളും ഈ കുടുംബത്തിൽ വന്ന കാര്യങ്ങളും നമ്മുടെ ഈ കുടുംബത്തിലോട്ട് അമ്മച്ചി വന്ന കാര്യങ്ങളും അമ്മച്ചിയുടെ പ്രായവും ഒക്കെ പറയാമോ? ചോദ്യങ്ങൾ ഇങ്ങോട്ട് ചോദിച്ചോ. ഞാൻ 2020 ഓഗസ്റ്റ് 17-ാം തീയതി ജനിച്ചത്. എത്ര ഏത് വർഷം? ഈ 20 ഓഗസ്റ്റ് 17. ഓഗസ്റ്റ് 17 ഓഗസ്റ്റ് 17-ാം തീയതി ജനിച്ചതാ. അത് 1941 അതിൽ മാരിയിൽ അന്ന് എത്ര വയസ്സുണ്ടായിരുന്നു? അന്ന് 21 വയസ്സുണ്ട്. 21ാമത്തെ വയസ്സിൽ കോഴഞ്ചേരിയിൽ നിന്നെ മലപ്പള്ളി കിട്ടിയതാണ്. മാമ ജനിച്ചത് നാട് ഏതായിരുന്നു? ജനിച്ച നാട് ഏതായിരുന്നു? ജനിച്ചത് കോഴഞ്ചേരിയാ. കോഴഞ്ചേരി വീട്ടുപേര്? മലയിൽ പുന്നക്കാട്. മലയിൽ പുന്നക്കാട്. പുന്നക്കാട് മലയിൽ സാവറകാട്ടിൽ കുടുംബമാണ്. ദേവറകാട്. അമ്മച്ചിയുടെ പപ്പായുടെ പേര്, ഫാദറിന്റെ പേര്? കുഞ്ഞമ്മൻ. കുഞ്ഞുമ്മ. മലയിൽ കുഞ്ഞമ്മൻ. ഏത് പള്ളി വെച്ചായിരുന്നു കല്യാണം? കല്യാണം നെടുങ്ങാടപ്പള്ളി വെച്ച്. അമ്മച്ചിയുടെ പപ്പായ്ക്ക് സഹോദരന്മാരും സഹോദരിമാരും ഉണ്ടായിരുന്നോ? പപ്പായ്ക്ക് കൊണ്ട് എനിക്കും ഉണ്ട്. അതൊന്ന് പറയാമോ, വിശദീകരിക്കാമോ? പപ്പായുടെ ചേട്ടനിൽ 9 പേര്, 8 പേര്. എൻ്റെ വീട്ടിൽ ഞങ്ങൾ സഹോദരങ്ങൾ 9 പേര്. 7 പെണ്ണും 2 ആണോ. അതിൽ ഒന്ന് ചികിത്സയിലെ അച്ഛനാണ്. രണ്ടാമത്തെ ആങ്ങള കേക്കത്തയ്യനച്ഛൻ. രണ്ടാമത്തെ ആങ്ങള പിന്നെ അണ്ണാമല യൂണിവേഴ്സിറ്റി പ്രൊഫസറായി തമിഴ്നാട്. അതെ അതെ. അമ്മച്ചിയുടെ പപ്പായുടെ സഹോദരന്മാരെയൊക്കെ കണ്ടിട്ടുണ്ടോ? എല്ലാവരെയും കണ്ടിട്ടുണ്ട്. എല്ലാവരും കണ്ടിട്ടുണ്ട്. അവരുടെ കൊച്ചമ്മമാരെ? അവരുടെ പപ്പായ്ക്ക് തരുന്നതിന്മാര് 4 ആണുങ്ങളും 4 പെണ്ണുങ്ങളുമായിരുന്നു. അവർക്കെല്ലാം പ്രായമാണ്. കേമേശത്ത് അതെല്ലാം ഞങ്ങൾക്ക് എന്നെ കെട്ടിച്ച പിന്നെ ഇവിടെ വന്നിട്ടുണ്ട്. അവര് ഇവിടെ മലപ്പള്ളിയിലും എല്ലാവരും വന്നിട്ടുണ്ട്. അമ്മച്ചിയുടെ പപ്പായ്ക്ക് എന്ത് ജോലിയായിരുന്നു? പപ്പ ഞങ്ങൾ കുടുംബക്കാരെ അന്നൊന്നും ഉദ്യോഗമില്ല. കൃഷിക്കാരായിരുന്നു. എൻ്റെ പപ്പായും കൃഷിക്കാരനായിരുന്നു. എന്തായിരുന്നു കൂടുതലും കൃഷി ചെയ്തുകൊണ്ടിരുന്നത്? അന്നത്തെ നാട്ടിലെ ഏറ്റവും കപ്പൽ, ചേമ്പ്, ചേന, കാച്ചിൽ അതൊക്കെ. തെങ്ങുണ്ട്. പറമ്പിലെല്ലാം 7 തെങ്ങുണ്ട്. വീട്ടിൽ ജോലിക്കാരുണ്ടായിരുന്നോ? വേലക്കാരുണ്ട്. വേലക്കാരില്ല, പണിയാനൊക്കെ പണിക്കാരുണ്ട്. അത് അന്നൊക്കെ പറമ്പിൽ താമസിക്കുന്നവരുണ്ട്. പറമ്പിൽ താമസിച്ച് ജോലി ചെയ്യുന്നവരുണ്ട്. എന്നിട്ട് കൂലി കൊടുക്കണമായിരുന്നോ? അതോ? കൂലി കൊടുക്കും. പക്ഷെ അവർ സ്ഥിരമായിട്ട് നമ്മുടെ പറമ്പിലുണ്ട്. അപ്പൊ അവർക്കെല്ലാം എല്ലാ ദിവസവും ജോലിയുണ്ട്. അവർക്കെല്ലാം എല്ലാ ദിവസവും ഉണ്ട്. അവർക്കും കുട്ടികളുണ്ട്. ഓക്കെ. അമ്മച്ചി ആ കാലത്ത് അടിമ സമ്പ്രദായം നിലനിന്നതായിട്ട് അമ്മച്ചിക്ക് ഓർമ്മയുണ്ടോ? ആ കോഴഞ്ചേരി ഭാഗത്തൊന്നുമില്ല. ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ രാജാക്കന്മാർ ഭരിച്ചിരുന്ന തിരുവിതാംകൂർ എന്നെ കെട്ടിച്ച് ഇവിടെ വന്ന് പിന്നെ രാജപ്രമുഖൻ ഒടുവിലത്തെ രാജപ്രമുഖൻ ഞാനിവിടെ വന്നു. രാജപ്രമുഖൻ ഇവിടെ മലപ്പള്ളി വന്നപ്പോൾ കണ്ടിട്ടുണ്ട്. പിന്നെ എത്ര ഈ മലപ്പള്ളി പാലം ഉദ്ഘാടനം ചെയ്തത് പ്രമുഖനാണ്. ഞാൻ ദേവമോനെ എടുത്തോളാം. കാണാൻ പോയി കൊണ്ടുപോയി. എന്റെ മോനെ അടുത്തു നിന്ന് കാണാൻ പറ്റുമോ രാജപ്രമുഖനെ? അത്ര അടുത്തിരുന്നില്ല. അക്കരെ പാല ഫോൺ ചെയ്ത് ഞാൻ ഇങ്ങനെ കലയെ എടുത്തിട്ട് 2 കെട്ടിടം കൊണ്ട് തന്നില്ല. അവിടെ നിന്നുകൊണ്ട് ഒരു ഫോൺ ചെയ്ത് വരുന്നത് കാണാറുണ്ട്. രാജാവിനെ അടുത്ത് കണ്ടോ? നല്ലതായിട്ട് കണ്ടേ. അമ്മയ്ക്ക് ആ കാലത്ത് മലപ്പള്ളി 6 അക്കരയിലും നടക്കുന്നത് ചങ്ങാടത്തിലല്ലേ? 6 അക്കരയോട് കോഴഞ്ചേരിക്ക് പോകാൻ വേണ്ടി ചങ്ങാടത്തെ കയറിയല്ലേ പോകുന്നത്? ചങ്ങാടമല്ലേ? എന്നെ കല്യാണം കഴിക്കുമ്പം കോഴഞ്ചേരിയിലും പാലമില്ല, മലപ്പള്ളിയും പാലമില്ല.
രണ്ട് ചങ്ങാടം കയറി എവിടെ രണ്ട് എങ്ങാടം കയറിയ അക്കരെ കയറി. അപ്പം തലേദിവസം തിരിച്ചായിരുന്നോ കല്യാണത്തിന്? തലേദിവസം വെളുപ്പിനെ കോഴഞ്ചേരി പാലത്തിന് ഇപ്പോഴത്തെ മഴ ഉണ്ടെന്നാ പറയുന്നത്. അവിടുന്ന് കോട്ടയം തന്നെ ഒരു ബസ് പോകും. കോട്ടയത്തിന് ബസ്സുണ്ട്. ബസ്സുണ്ട്. അപ്പം 5 മണി ആയപ്പോഴാ കോഴഞ്ചേരിക്കാരെല്ലാം കൂടെ മലപ്പള്ളി 4 മണി വന്നു. ഈ ബസ് ബുക്ക് ചെയ്ത് മലപ്പള്ളി വന്നു. മലപ്പള്ളി വന്നു. 6 പിന്നെ ഒരു ചങ്ങാടം കടന്ന് അല്ല പള്ളി അക്കരയാണല്ലോ അല്ലേ? പിന്നെ അപ്പം ഇതിൻ്റെ അടുത്തൊരു വീടുണ്ട്. അമ്മച്ചൊരു ഒരു കസ്റ്റമ. അവിടെ കോഴഞ്ചേരി 2 പണിക്കാരെ നിർത്തി അവിടെ ഞങ്ങൾ എല്ലാ ഫുഡും ഒക്കെ തന്ന് കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിച്ചെന്ന് വെച്ചാൽ പള്ളിയിലോട്ട് പോകുന്നു. പള്ളിയിൽ പോകുന്നു. 1947 41 ഇന്ത്യ അപ്പം ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയമാണ്. അത് ശരി. അന്ന് പള്ളിയിൽ ഇപ്പോഴത്തെ പോലുള്ള അച്ഛന്മാരും ഒക്കെ സർവീസും എല്ലാം തന്നെയായിരുന്നു. ഞാൻ വന്നപ്പോൾ പോയി നെടുക്കാടുള്ള 2ാമത്തെ 3ാമത്തെ അച്ഛനാ. അച്ഛനായി മലയാളി അച്ഛനായി അല്ലേ? മലയാളി അച്ഛനാ കല്യാണം കഴിച്ചു തന്നെ. മലയാളി അച്ഛനാ കല്യാണം കഴിപ്പിച്ചു തന്നെ. അമ്മച്ചി മരമണ്ണിൽ മർത്തമ്മക്കാരിയായിരുന്നു. അവിടെയും അമ്മച്ചി അപ്പം ബ്രിട്ടീഷുകാരും അച്ഛന്മാരുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ വെള്ളക്കാർ അച്ഛന്മാരുണ്ടായിരുന്നു. സായിപ്പുമാർ അച്ഛന്മാരുണ്ടായിരുന്നു. ഇംഗ്ലണ്ടിൽ നിന്നുള്ളവരായിരുന്നു. അത് ശരി. അമ്മമ്മ ആ കാലത്ത് സ്കൂളിലെ അമ്മച്ചി ആ സ്കൂളിലെ പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ അന്ന് ബെഞ്ചൊക്കെ ഉണ്ടായിരുന്നോ അതോ നിലത്തിരുന്നായിരുന്നു? പഠിക്കുന്ന കാലത്ത് ബെഞ്ചുണ്ട്. അത് ഏത് സ്കൂളായിരുന്നു? സർക്കാരിന്റെ 4ാം ക്ലാസ് വന്നപ്പോൾ പള്ളിക്കൂടം അവിടെ ഉണ്ടായിരുന്നു. പള്ളിക്കൂടം അവിടെ തന്നെ പള്ളി. പിന്നെ ഞാൻ 7ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. കോളേജിലാണ് പഠിച്ചത്. മലയാളത്തിലായിരുന്നോ പഠിപ്പിച്ചത്? അന്ന് ഇംഗ്ലീഷ് ഒരു സബ്ജക്റ്റ് മാത്രമേ ഉള്ളൂ. ഒരു സബ്ജക്ട് ഇംഗ്ലീഷ് ഉണ്ട്. കുറച്ച് വാക്കുകൾ ABCD ഒക്കെ പഠിപ്പിക്കും. സംസ്കൃതം ഉണ്ടോ? സംസ്കൃതം വല്ല ഉണ്ടായിരുന്നു? അന്ന് 7ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ടീച്ചറാകാം. TTC എന്ന് പറഞ്ഞ ഒരു കോഴ്സ് ഉണ്ട്. 7ാം ക്ലാസ് കഴിഞ്ഞവർക്ക് TTC കൊടുക്കും. അന്ന് ടീച്ചറാകാം. അന്ന് കോളേജൊക്കെ എവിടെയായിരുന്നു അമ്മച്ചി? മദ്രാസിലോ? അല്ല എൻ്റെ ആങ്ങളൊക്കെ തരുന്നതിന് 5000 വിട്ടു കോളേജ് പഠിച്ചു. അമ്മച്ചിയുടെ കുടുംബത്തിൽ എല്ലാവരും കുറച്ച് പേരൊക്കെ കൃഷിയായിരുന്നല്ലോ. അന്ന് എല്ലാവരും കൂടുതൽ പേരും കൃഷിയായിരുന്നല്ലോ വീടുകളിൽ. എന്നാൽ അതിൽ മാറ്റം ആരൊക്കെയും ഉണ്ടായിരുന്നു? ആരെങ്കിലും പുറത്ത് പോകുകയോ ജോലി ചെയ്യുകയോ സിലോണിലോ ശ്രീലങ്കയ്ക്കോ മലേഷ്യയിലോ വല്ല പോയതായിട്ട് ഓർമ്മയുണ്ടോ? ഞങ്ങളുടെ കുടുംബത്തിൽ പലരും പോയിട്ടുണ്ട്. അമ്മച്ചി കുടുംബത്തിൽ പൊയ്യേല കോശിച്ചായിരുന്നു ഞങ്ങൾ പറയുന്നത്. അച്ഛൻ ആദ്യം എൻ്റെ പറഞ്ഞത് പേർഷ്യക്ക് പോയി. കേക്ക തന്നെ സ്കൂൾ ബാച്ച. ഓ ശരി. എനിക്ക് 2 ആങ്ങളമാരും 7 സഹോദരിമാരുമാണ്. ഞാൻ 3ാമത്തെ മോളാണ്. എൻ്റെ മൂത്ത എൻ്റെ മൂത്ത 2 പെണ്ണും ഒരാളും ഉണ്ടായിരുന്നു. നേരെ മൂത്ത ആങ്ങള സാധാരണ എന്നാ പറയുന്നത്. അന്നൊക്കെ 7ാം ക്ലാസ് 9ാം ക്ലാസ് സിസ്റ്റമൊക്കെ ഇലക്ഷനുണ്ട്. റീറ്റേൺ ചെയ്യും, സെലക്ഷൻ ചെയ്യുന്ന പരീക്ഷയ്ക്ക് പബ്ലിക് പരീക്ഷയ്ക്ക് കൊടുത്തുള്ളൂ. ജ്യേഷ്ഠത്തിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പം ഇലക്ഷൻ വന്നു. റീറ്റേൺ ചെയ്യും, പബ്ലിക് പരീക്ഷയ്ക്ക് കൂടാതെ കൊച്ചമ്മ അന്ന് നേഴ്സിങ്ങിന് അപേക്ഷിച്ചു. നേഴ്സിങ്ങിന് എവിടെ പേര് പോയി? പതാണ് നേഴ്സിങ്ങിന് 6 മാസമായി സർട്ടിഫിക്കറ്റ് ഇല്ല. പിന്നെ മദ്രാസിൽ അപേക്ഷിച്ചത്. അവിടെ നിന്ന് സെലക്ഷൻ കിട്ടി. അവിടെ ചെന്ന് മദ്രാസ് കോളേജിൽ നിന്ന് അതിനടുത്ത് റാണിപ്പെട്ടെന്നും പറഞ്ഞൊരു ആന്ധ്രാപ്രദേശ് ആയിരിക്കും, അവിടെ വന്ന് ഇവിടെ
പിള്ളേർ ചെയ്ത കുറെ പിള്ളേരെ കൊണ്ടുപോയി ഓക്കെ. അങ്ങനെ കൊച്ചന്മാർ ആനിപ്പിച്ചില്ല യേശുവിനെ കുറിച്ച്. അത് ശരി. അത് 1950 മുമ്പോ? 47. അന്ന് കല്യാണം കഴിച്ചോ? അമ്മച്ചിയുടെ കല്യാണം കഴിച്ചോ? ഇല്ല. അപ്പൊ 41 മുമ്പാ. 1939. കൊച്ചമ്മ യേശുവിന് പോയപ്പോഴത്തേക്കെന്നെ കെട്ടിച്ചു. അപ്പൊ 42 ആയിരിക്കും. ഓക്കെ ഓക്കെ. അമ്മച്ചി ആ കാലത്ത് ഈ യാത്രയ്ക്ക് ബസ്സുകളുണ്ടോ അതോ ബസ്സുകളെല്ലാം ഉണ്ടോ? ബസ്സോ? ആ ബസ്സും ലൈൻ ബസ് കുറച്ചുണ്ട്. ഉണ്ട്. വളരെ കുറച്ച്. വളരെ കുറച്ച്. ഞങ്ങൾ എൻ്റെ വീട് റോഡ് നടമ്പില്ല. അപ്പം കോളേജിൽ നിന്ന് പത്തനംതിട്ടയ്ക്ക് മൂന്നിലൊക്കെ പോകുന്ന ബസ് മുറ്റത്തിറങ്ങി നിന്ന ബസ്സുണ്ട്. മിറ്റത്ത് ഇതുപോലെ അന്ന് ഇന്ന് താമസിക്കുന്നു. അന്ന് തൊട്ടേ ബസ്സുണ്ട്. അമ്മച്ചി ആദ്യമായിട്ട് തീവണ്ടി കാണുന്നത് എവിടെ വെച്ചാണെന്ന് പറയാം? ട്രെയിൻ കണ്ടതോ തന്നെ കേറിയിട്ടുള്ളത്? കേറിയത് മദ്രാസിൽ കൊച്ചമ്മ നേഴ്സിംഗിന് പഠിക്കുന്നിടത്ത് പോയി കണ്ടു. പോയി. തിരുവല്ല സ്റ്റേഷനൊക്കെ ഉണ്ടോ? ഇല്ല. പുനലൂർ വഴിക്കാണോ? അല്ല, ഞാൻ കൊല്ലത്ത് ചെന്നിട്ട് എറണാകുളം എറണാകുളത്തുണ്ട്. ഷൊർണൂർ വഴി എറണാകുളം ചെന്നാണ് കൽക്കരി ട്രെയിനില് അല്ലെങ്കിൽ പുനലൂർക്ക് പോകണം. അതെ, മധുര വഴി. മധുര വഴി അതിലും പോയിട്ടുണ്ട്, ഇല്ല വന്നിട്ടുമുണ്ട്. അമ്മച്ചിയുടെ ചെറുപ്പകാലത്ത് ഈ പുലിയുടെയോ ആനയുടെയോ ഒക്കെ ശല്യം കോഴഞ്ചേരിയിലുണ്ടായിരുന്നോ? അല്ലല്ല, പറമ്പോ അടുത്ത അതിനെപ്പറ്റി എന്തൊരു പേടി ഉണ്ടായിരുന്നോ? നമ്മൾ ഒറ്റയ്ക്ക് പോകുമോ? കോഴഞ്ചേരിയിലൊന്നും ഇല്ല. ഇപ്പോഴല്ലേ എല്ലായിടത്തും മയിൽ ഇറങ്ങുന്നു, പുലി ഇറങ്ങുന്നു. വലിയ കാട്ടാന ശല്യമൊന്നും ഇല്ല. കാട്ടാനയുടെ ശല്യമൊന്നും അന്നില്ല. സീതത്തോട് കോന്നി ആ ഭാഗത്തൊക്കെ ഇപ്പോഴും ശല്യം ഉണ്ടല്ലോ. സീതത്തോട് കോന്നി ഭാഗത്തൊക്കെ വനം ഉണ്ടല്ലോ. ഞങ്ങള് കുഞ്ഞിക്കാട്ട് നല്ല കുടുംബക്കാരെന്നാ പറയുന്നത്. അതിലും ഏതാണ്ടെന്ന് എനിക്ക് ഞാൻ ഉണ്ടാകുന്നതിനോ ഇല്ലയോ അതോ ഞാൻ ഉണ്ടായിട്ടില്ല. ഒരു ബാച്ച കല്ലേരി പോയി താമസിച്ചു. കല്ലേരി അത് 8 വീടെന്നാ പറയുന്നത്. ഈ പഴയക്കാലത്ത് 8 വീട്ടുകാരാ കല്ലേരി പോയി താമസിച്ചു. ഇപ്പോഴും 8 വീട്ടുകാരെന്നാ പറയുന്നത്. അന്ന് യാത്രക്ക് ഈ ബസ് ഉള്ളത് കൊണ്ട് അമ്മച്ചിക്ക് അങ്ങനെ പേടിയൊന്നും കല്ലിൽ ഞാൻ നടന്നു പോയിട്ടുണ്ട്. അപ്പം പിന്നെ ബുദ്ധിമുട്ടില്ല. കോളേജിൽ ഇവിടെ നടന്നു വന്നിട്ടുണ്ട്. ഇവിടുത്തെ കല്യാണത്തിന് അത് ഞാൻ പറഞ്ഞില്ലയോ, അന്ന് ഒരു ദിവസം കോട്ടയത്തിന് ഓടുന്നുണ്ട്. അങ്ങനെ ലൈറ്റ് രാവിലെ വന്ന് ഭവനിക്കുന്നതില് ഈ ഭവനിക്കുന്നതില് തോന്നാച്ചാൻ്റെ അമ്മ എൻ്റെ അമ്മയുടെ ഒരു കസനാണ്. അപ്പം കോഴഞ്ചേരി 2 പണിക്കാരെ വിട്ട് ഇവിടെ കാപ്പി ഉണ്ടാക്കി വെച്ച് കാപ്പി ഇവിടെ കുടിച്ച് നടന്നു പോയി. അന്നേരം കല്യാണപ്പെണ്ണെല്ലാം ഒരുങ്ങിയാണോ വരുന്നേ? അവിടുന്ന് കത്താൽക്കുടിയൊക്കെ കെട്ടി വെക്കണ്ടായിരുന്നോ? പിന്നെ ഭൗതികം ഞാൻ വേറൊരു ഡ്രസ് ഇട്ട് പള്ളിയിൽ പോയി. അമ്മച്ചി അന്നത്തെ കാലത്തെ കല്യാണം എങ്ങനെ? ഈ മല്ലപ്പള്ളിയിലെ കല്യാണം ആലോചിച്ചോണ്ട് ആരാ വന്നത്? അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അറിയണമല്ലോ അന്ന് കോഴഞ്ചേരി മല്ലപ്പള്ളിയൊക്കെ എങ്ങനെയാ കല്യാണം? മല്ലപ്പള്ളി ഈ വീട്ടിലെ 4 ആൺപിള്ളേരാ. അതിലേറ്റവും എൻ്റെ ഭർത്താവ്. അതിൽ മൂത്ത മോനെ കോഴഞ്ചേരിന്നായിരുന്നു കല്യാണം കേട്ടത്. കൊച്ചമ്മയുടെ വീട് ഞങ്ങൾ കോഴഞ്ചേരിക്കടുത്താ. അപ്പം കൊച്ചമ്മയുടെ ആങ്ങളെയാ കല്യാണം ആലോചിച്ചത്. അമ്മച്ചി മലപ്പള്ളി വന്നപ്പോ ആ കാലത്ത്